നിങ്ങൾ എപ്പോഴെങ്കിലും വണ്ടർ ചെയ്തിട്ടുണ്ടോ? അതായത് പ്രൈസ് ഒരു റേഞ്ചിൽ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി എല്ലാവരും ഇവിടെ ലോങ് ഇടണം. ഓക്കെ, എല്ലാവരും മോളിക്ക് ലോങ് ഇടണം, വലിയൊരു ടാർഗറ്റ് വെച്ച് ലോങ് ഇടണം. പക്ഷേ പ്രൈസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ താഴെ പോയിട്ട് എല്ലാവരും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നേരെ തിരിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് നടക്കണമെന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ഒരു സെറ്റപ്പ് കാരനാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് AMD. ഓക്കെ, ഇതൊരു റാൻഡമായിട്ട് വരുന്ന സാധനമല്ല. ആൻഡ് AMD എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാണിച്ചു. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഇതിന് വേറൊരു പേരുണ്ട്. ഇതിൻ്റെ പേരാണ് പവർ ഓഫ് 3. ഓക്കെ, PO3 എന്ന് പറയും, അല്ലെങ്കിൽ പവർ ഓഫ് 3 എന്ന് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കൺസോൾട്ടേഷൻ വരുന്ന നേരത്ത്, അതായത് നമ്മുടെ ഈ ഒരു കൺസോൾട്ടേഷൻ വരുന്ന നേരത്ത് സ്മാർട്ട് മണി പൊസിഷൻ ബിൽഡ് ചെയ്യും. ആ ഒരു പൊസിഷൻ ബിൽഡ് ചെയ്തതിന് ശേഷം ബേസിക്കലി റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്യണം. സോ ബേസിക്കലി ഇതാണ് ഒരു പവർ ഓഫ് 3 നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്യുമുലേഷനാണ്. ഓക്കെ, സ്റ്റേജ് 1 ആണ് അക്യുമുലേഷൻ. അപ്പോൾ ഈ അക്യുമുലേഷനിൽ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കും. അതായത് ഒരു സ്പെസിഫിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റേഞ്ച് അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റേഞ്ചിൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ സൈഡ് വൈസ് ഇങ്ങനെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് മൂവ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു സ്പെസിഫിക് സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന നേരത്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് മോസ്റ്റ് ട്രേഡേഴ്സും ബോർഡായിരിക്കും. ചിലവർ ബൈ അടിക്കും, അതായത് ചിലവർ ഇവിടെ ബൈ അടിക്കും മുകളിലേക്ക് പോകുന്ന വെച്ചിട്ട്, അതേ നേരത്തെ ചിലവർ ഇവിടെ സെല്ല് അടിക്കും താഴേക്ക് പോകുന്ന വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ അതായത് മാർക്കറ്റിന് ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല എന്നാണ്. ഓക്കെ, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നല്ല രീതിയിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇവർക്ക് ഒറ്റയടിക്ക് ലൈക്ക് ഒരു ഏരിയയിൽ പോയിട്ട് ഒരു അസറ്റിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ബൈ ആൻഡ് സെല്ല് മില്യൺസിന് അടിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു അസറ്റിൽ പോയി ഇൻസ്റ്റൻ്റ്ലി മില്യൺസ് ഓഫ് ഡോളേഴ്സിന് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇമ്പൾസീവ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് അത് വന്നു കഴിഞ്ഞാൽ തന്നെ പ്രൈസ് ഇവർക്ക് അഗെയിൻസ്റ്റ് മൂവ് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വേറെ വലിയ ഫേംസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അഗെയിൻസ്റ്റ് പ്രൈസ് മൂവ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ എന്താ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യും. ആൻഡ് ഓരോ ഏരിയയിലും ഇവരിങ്ങനെ ബൈ എന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് മനസ്സിലാക്കണം, അക്യുമുലേഷൻ റേഞ്ച് മനസ്സിലാക്കണം. ഈ അക്യുമുലേഷൻ റേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ സിംപ്ലസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്പെസിഫിക് കീ ലെവൽസ് നിങ്ങൾ വരച്ചേക്കുക. ഇതിനാണ് നമ്മൾ മുമ്പ് കീ ലെവൽസ് മാർക്ക് ചെയ്യാൻ പഠിപ്പിച്ചത്. കീ ലെവൽസ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിമിൽ ഇതുപോലെ റേഞ്ചിങ് വരുന്ന നേരത്ത് നിങ്ങൾക്ക് ഈ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഹൈസ് ആൻഡ് ലോസ് ഉണ്ടാവണം. അതായത് കൺസൾട്ടേഷൻ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ഇടയ്ക്ക് ഇങ്ങനത്തെ ഈക്വൽ ലോസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് സിനറി പറയുകയാണെങ്കിൽ ഈക്വൽ ഹൈസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഈക്വൽ ഹൈസ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഈക്വൽ ലോസ് ഉണ്ടാവും. അതായത് ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ഈ പ്രൈസ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് വുഡ് ബി എ റേഞ്ച്. ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ റിലേറ്റീവ് ഈക്വൽ ലോസ് അല്ലെങ്കിൽ ഈക്വൽ ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. സിമിലർലി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പറയുകയാണെങ്കിൽ ഈക്വൽ ഹൈസ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഈക്വൽ ഹൈസ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. വൺസ് ഇത് ഫോം ചെയ്യുന്ന നേരത്ത് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വോളറ്റിലിറ്റി കുറവായിരിക്കും, കൺസോൾട്ടേഷൻ വളരെ കൂടുതലായിരിക്കും. സോ സെക്കൻഡ് ഫേസ് വരുന്നതാണ് നമ്മുടെ മാനിപ്പുലേഷൻ. ഓക്കെ, മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും മോസ്റ്റ് വരിക. സിംപ്ലി പറയുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ മാനിപ്പുലേഷൻ ഫേസ്. അപ്പോൾ മോസ്റ്റ് ആൾക്കാർ ഇവിടെ വിചാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്രേക്ക് ഔട്ടായിട്ടാണ് ഇവർ ഇവിടെ കൺസിഡർ ചെയ്യുക. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് ഇവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ടായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് കൺസിഡർ ചെയ്യുന്ന നേരത്ത് ഇവിടെയാണ് മോസ്റ്റ് ട്രേഡേഴ്സും എൻട്രി ചെയ്യുക. ഇതൊരു ഷോർട്ടാണ്, ഈ റേഞ്ച് ഫെയിലായതുകൊണ്ട് പ്രൈസ് താഴേക്ക് പോകും. അപ്പോൾ താഴേക്കുള്ള സപ്പോർട്ട് സോൺ, നമ്മുടെ ഡിമാൻഡ് സോൺ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഷോർട്ട് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ ഷോർട്ട് ചെയ്യാനാണ് മോസ്റ്റ് ട്രേഡേഴ്സ് കൂടെ നോക്കുക. പക്ഷേ ഇവിടെയാണ് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് കളിച്ചു തുടങ്ങുക. ആൻഡ് ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടത്. റീറ്റെയിൽസ് ഇതിലേക്ക് വരും. ആൻഡ് മൾട്ടിപ്പിൾ റീറ്റെയിൽ ഇതിൽ കയറി അത്യാവശ്യം ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബൈ ഓർഡേഴ്സ് ഇവിടെ ഓൾറെഡി ഫിൽഡ് ആയിട്ടുണ്ടാവും. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ ഓർഡേഴ്സ് ഇവിടെ ഫിൽഡ് ആയിട്ടുണ്ടാവും. മീൻ വൈൽ ഇവിടെ ലോങ് ഇട്ട ഓൾറെഡി പ്രീവിയസ്ലി ലോങ് ഇട്ട റീറ്റെയിൽസ് ഉണ്ടാവും. അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. ഇവരെ സ്റ്റോപ്പ് ലോസ് ഫില്ല് ചെയ്യുന്ന നേരത്തായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്യുക. ഇവിടെയാണ് പ്രൈസ് റിവേഴ്സ് ആവണം. അപ്പോൾ ഈ ഒരു മൂന്ന് സിംപ്ലി പറയുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ഫണ്ട്, ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ ഓൾറെഡി ബൈ അടിച്ചവരുടെ സ്റ്റോപ്പ് ലോസ് കുറേ പേരുടെ ട്രിഗർ ആയിട്ടുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കുറേ പേരൊക്കെ ഇവിടെ ഇരിക്കും. ഓക്കെ, സോ സ്മാർട്ട് മണിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു വരണ മാനിപ്പുലേഷൻ മൂവ് അത് റിയൽ ആയിട്ടുള്ളൊരു മൂവ് അല്ല, ഇതൊരു ഫേക്ക് മൂവാണ്. അതായത് റിയൽ മൂവ് വരുന്നതിന് മുമ്പുള്ളൊരു പ്രിപ്പറേഷനാണ് ആക്ച്വലി ഈ ഒരു മൂവിൽ നടക്കുന്നത്. ഇനിയാണ് നമുക്ക് വരുന്ന തേർഡ് പാർട്ട്. ഓക്കെ, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതായത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും പ്രൈസ് പോകേണ്ടിരുന്ന ആ ഒരു മൂവ്മെൻറ്റ്
അത് ഇതിന് ശേഷമാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈ ഓർഡേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് തിരിച്ച് റിവേഴ്സ് ആവും, നേരെ പമ്പ് ചെയ്യും. ഓക്കെ, അതായത് ഈ ഒരു സിനാറിയോയിൽ പറയുകയാണെങ്കിൽ ഇവിടെ ലൈക്ക് ഷോർട്ട് ചെയ്തവരുണ്ടാവും. ദെൻ ഈ ഒരു ഷോർട്ടേഴ്സിനെ ഇവിടെ ഷോർട്ട് ചെയ്തവരൊക്കെ സ്റ്റോപ്പ് ചെയ്യണതും ഇവരെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നതൊക്കെ ഈ ഒരു മൂവിലായിരിക്കും വരിക. സോ ബേസിക്കലി ആ ഒരു റിയൽ മൂവ് വരുന്നത് അവസാനമായിരിക്കും, ആൻഡ് ആ ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യണതും അപ്പോൾ തന്നെ ആയിരിക്കും. ബട്ട് വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് ഫേസ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ വരുന്ന മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരിക്കും. ആൻഡ് മോസ്റ്റ് ടൈംസ് പറയുകയാണെങ്കിൽ ഈ ഒരു വന്ന അക്യുമുലേഷനൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കുറേ ട്രെൻഡ് ട്രേഡേഴ്സും ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സും മൊമെൻറ്റം ട്രേഡേഴ്സും ഇതിൻ്റെ പിന്നാലെ ചാടുക. ഓക്കെ, ബിക്കോസ് ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ് വരും. ഓക്കെ, ലൈക്ക് പക്ഷേ ഇതിൻ്റെ മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർ പ്രിട്ടി മച്ച് ലേറ്റ് ആയിരിക്കും. മോസ്റ്റ് ആൾക്കാരും ഇത് കാണുന്നത് തന്നെ ഇവിടേക്ക് എത്തിയിട്ടായിരിക്കും. പക്ഷേ ഈ ഒരു റേഞ്ചിലുള്ള മൂവ്മെൻ്റ് ഒന്നും ഈ ബ്രേക്ക് ഔട്ട് റൈഡേഴ്സും മൊമെൻറ്റം റൈഡേഴ്സും ഇവർ കാണില്ല. പക്ഷേ അവർ കാണും, ഇവർ ലേറ്റ് ആയിട്ട് വരും. ഇവർക്ക് ചിലവർ എക്സ്ട്രീംലി ലേറ്റ് ആവണവർക്ക് പൈസ പോകും. പക്ഷേ സ്റ്റിൽ ഏർലി പിടിക്കാൻ പറഞ്ഞവർ അത്യാവശ്യം പൈസ ഉണ്ടാക്കും ഇവിടെ. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി ഏർലി കയറി, അവർ ഏറ്റവും ബോട്ടം പിടിക്കുകയും ചെയ്തു അവിടെ. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ സ്ട്രക്ചറിൽ പറഞ്ഞ ബുള്ളിഷ് AMDയുടെ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളിഷ് AMD ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാനിപ്പുലേഷനിൽ മോശം ആൾക്കാരും പാനിക്കാവും. ഓക്കെ, ആൻഡ് പാനിക് ആവണ ആ ഒരു ടൈമാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ബെയറിഷ് AMD വരുമ്പോൾ സിമിലർലി പറഞ്ഞാൽ സിമിലർ ഈ ഒരു കേസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഓപ്പോസിറ്റ് കേസ്, അതായത് നമുക്ക് ഈക്വൽ ഹൈ അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഈക്വൽ ഹൈസ് ഉണ്ടാക്കണു. പ്രൈസ് എന്താ ചെയ്യുന്നു, കൺസോൾട്ടേഷന് ശേഷം ഫസ്റ്റ് ഇതെടുക്കണു. ഇവിടെയുള്ള ലൈക്ക് ഷോർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും, ഷോർട്ട് ചെയ്തവരെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ലോങ് ചെയ്തവരല്ല, ഷോർട്ട് ചെയ്തവരെ സ്റ്റോപ്പ് ലോസ് ആദ്യം എടുക്കും. അതിന് ശേഷം ലേറ്റായിട്ട് ഇവിടെ ലോങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഈ ഒരു ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ മൂവിൽ എടുക്കുക. ഓക്കെ, ഇനി ഇതിലുള്ള മേജർ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റത്തെ ഈ ഒരു ബ്രേക്കൗട്ട് ബൈ ചെയ്യാൻ നോക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റേഞ്ച് ലെവൽ ബ്രേക്കൗട്ട് ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുറേ പേര് ബൈ ചെയ്യാൻ നോക്കും. അവിടെയാണ് വേറൊരു ഇഷ്യൂ വരിക. പിന്നെ ഇങ്ങനത്തെ റിലേറ്റീവ് ഈക്വൽ ഹൈസ് വരുമ്പോൾ അവിടെയുള്ള ലിക്വിഡിറ്റി പലരും കൺസിഡർ ചെയ്യില്ല. അതായത് റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആയിരിക്കും, റിലേറ്റീവ് ഈക്വൽ ലോസ് ആയിരിക്കും. ആൻഡ് റേഞ്ച് തന്നെ ചില നേരത്തെ ഉണ്ടെന്ന് കുറേ പേര് മറന്നു പോകും. അപ്പോൾ റേഞ്ചൊക്കെ ഫസ്റ്റ് മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങളെപ്പോഴും നോക്കുക, ലൈക്ക് റിലേറ്റീവ് ഈക്വൽ ഹൈസ് ലോസ് ഉണ്ടെങ്കിൽ പ്രൈസ് ചേഞ്ച് ആവാനുള്ള ഡയറക്ഷൻസ് ഉണ്ടോ, FEGs ബ്രേക്ക് ചെയ്യുന്നുണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ FEGs പഠിപ്പിച്ചത്. അപ്പോൾ FEGs ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയ വേറൊരു പരിപാടി. കാര്യം തന്നെ FEG അവിടെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങാനും തെറ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോസ് മിനിമൈസ് ചെയ്യാൻ FEG അവിടെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു കേസിലൊക്കെ IFEG ബേസ്ഡ് ഷോർട്ട് സെറ്റപ്പൊക്കെ കിട്ടും. സിമിലർലി പറയുകയാണെങ്കിൽ ഈ ഒരു കേസിലാണെങ്കിൽ IFEG ബേസ്ഡ് ലോങ് സെറ്റപ്പ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ നല്ല രീതിക്ക് കൺഫർമേഷൻ വരുത്താൻ നോക്കുക. താഴെ ഈ ഒരു സിനാറി പറഞ്ഞ നേരത്ത് ഈ ഒരു റേഞ്ചിൽ താഴെ സപ്പോർട്ട്, ഡിമാൻഡ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ നോക്കുക. ഓക്കെ, സോ ഈ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് AMD സെറ്റപ്പ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക, വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നോക്കാം, ഹയർ ടൈം ഫ്രെയിം, ലോ ടൈം ഫ്രെയിം ഒക്കെ നോക്കാം. അപ്പോൾ ഞാൻ പേഴ്സണലി BTCയുടെ ചാർട്ട് ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ BTCയുടെ ചാർട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, ഇത് നമ്മൾ പണ്ട് ജാനുവരിയിൽ ട്രേഡ് ചെയ്തിട്ടൊരു ഹയർ ടൈം ഫ്രെയിം AMD സെറ്റപ്പാണ്. ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ ആക്ച്വലി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിലേറ്റീവ് ആയിട്ടുള്ള ഹൈസ് കാണാൻ പറ്റും. ഓക്കെ, റിലേറ്റീവ് ആയിട്ടുള്ള ഹൈസ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ പ്രൈസ് ഏകദേശം 1.5 മാസം കൺസോളേറ്റ് ചെയ്യുക, അതായത് ഡിസംബറിലാണ് മോസ്റ്റ്ലി കൺസോളേറ്റ് ചെയ്തിട്ടുള്ളത്. കൺസോളേറ്റ് ചെയ്തതിന് ശേഷം ബേസിക്കലി ജാനുവരിയിൽ ഈ ഒരു പമ്പ് ഉണ്ടാവണം, അതായത് ഈ ഒരു അക്യുമുലേഷൻ കഴിയുന്നതിന് ശേഷം ഈ ഒരു പമ്പ് ഉണ്ടാവണം. പമ്പ് ഉണ്ടാവുമ്പോൾ ബേസിക്കലി ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഷോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഇവിടെ ഷോർട്ട് ചെയ്തവരുണ്ട്, ഇവിടെ ഷോർട്ട് ചെയ്തവരുണ്ട്. ഇവരുടെ സ്റ്റോപ്പ് മോസ്റ്റ്ലി ഇവിടെയാണ് വരിക. സോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഈ ഒരു ഹൈ വരെ പ്രൈസ് ഹണ്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഇവിടെ വരെ വരുന്ന സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഹണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ ഈ ഒരു റേഞ്ച് എടുത്തതിന് ശേഷം ലൈക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ്, അതായത് നമ്മുടെ ഈക്വൽ ഹൈസ് എടുത്തതിന് ശേഷം ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് റേഞ്ചസ് എല്ലാം എടുത്തു. അതിന് ശേഷം പ്രൈസ് ഇവിടെ റിവേഴ്സ് ആവണം. നിങ്ങൾ കുറച്ചും കൂടിയും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കീ ലെവൽ ഹിറ്റ് വന്നിട്ടില്ല, അതിന് മുമ്പേ തന്നെ പ്രൈസ് റിജക്റ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ അക്യുമുലേഷന് ശേഷം റിലേറ്റീവ് ഹൈ എടുത്തു, ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം പ്രൈസ് ഇവിടെ റിവേഴ്സ് ആവണം. തിരിച്ച് നമ്മുടെ ഈ ഒരു അക്യുമുലേഷൻ്റെ ഫുൾ റേഞ്ച് BTC കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഹൈ ടൈം ഫ്രെയിമിൽ പറഞ്ഞാൽ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട്. അതായത് ഒരു സ്വിംഗ് ട്രേഡ് മോഡലായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഏർലി കണ്ടുപിടിച്ചവരൊക്കെ ഞങ്ങൾ ബേസിക്കലി ഇത് ഏർലി കണ്ടുപിടിച്ചു ഈ പ്ലാൻ. സോ ബേസിക്കലി ഞങ്ങൾ 96, 900, 9700ലാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്.
നമ്മുടെ പബ്ലിക് ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ ടി പി നമ്മൾ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 75K ആയിരുന്നു ടി പി വെച്ചത്. ബട്ട് ലൈക്ക് നമ്മുടെ AMD റേഞ്ചിൻ്റെ ടി പി അടിച്ചു, എക്സ്ട്രാ കീ ലെവൽ ടി പി അടിച്ചു. അതിനുശേഷം ഫർദർ ഡംപിങ് BTCയിൽ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ BTCയിൽ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഇത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMDയുടെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരിക്കലും പെർഫെക്റ്റ് ഈ ഒരു റേഞ്ചിങ് ആയിരിക്കില്ല വരിക. ഇതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. FEG കീ ലെവൽസൊക്കെ വെക്കണത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു AMDയിൽ തന്നെയുള്ള ഡീവിയേഷൻസ് മനസ്സിലാക്കുക. എപ്പോഴും ഒരു ക്ലീൻ സ്ട്രെയിറ്റ് അക്യുമുലേഷൻ ആയിരിക്കില്ല AMDയിൽ വരിക. അതായത് ഇങ്ങനെ ഒരു അക്യുമുലേഷൻ ആയിരിക്കില്ല വരിക. സംടൈംസ് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു അക്യുമുലേഷനൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, അതായത് ഇവിടെ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ, ഇവിടെ ഒരു മേജർ ഹൈ, ഇവിടെ അക്യുമുലേഷൻ, ഇവിടെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ അക്യുമുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം വന്നു കഴിഞ്ഞിട്ട് ഈ പ്രൈസ് നേരെ വരുന്നു, ഈ റിലേറ്റീവ് ഈക്വൽ ഹൈ ഫസ്റ്റ് എടുക്കണം, പിന്നെ ഈ ഒരു ഫൈനൽ ഹൈ എടുക്കണം. ആൻഡ് ഈവൻ സംടൈംസ് ഇതിനെ കൂടുതൽ പ്രൈസ് മൂവ് ചെയ്യണതും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിളായിട്ട് ഹൈ ടൈം ഫ്രെയിമിൽ തന്നെ BTC നമുക്ക് ഈ ഒരു റേഞ്ച് എടുക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ഈക്വൽ ലോസ് ആണ് വരണം. റിലേറ്റീവ് ഈക്വൽ ലോസ് ആണ് വരണം. ആൻഡ് പ്രൈസ് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു വാറ് യൂസ് ചെയ്തിട്ട്, ഓക്കെ, വാറ് ഉണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ, ഇഫ് യു റിമെമ്പർ പ്രോപ്പർലി. ഇത് 2025 എക്സാമ്പിളാണ് വരുന്നത്. അപ്പോൾ 2025 ജൂൺ ടൈമിൽ ഇവിടെ ഒരു റിലേറ്റീവ് ഈക്വലോ ഹയർ ടൈം ഫ്രെയിമിൽ വരുന്നു. വാറ് കൊണ്ടുവന്നിട്ട് പ്രൈസ് ഡംപ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യണം, മാനിപ്പുലേഷൻ കംപ്ലീറ്റ് ചെയ്യണത്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ ഹൈ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ കീ ലെവൽസ് കാണാൻ പറ്റും. ഈ കീ ലെവൽസൊക്കെ അത്യാവശ്യം എടുത്തിട്ടാണ് ഇവിടെ പ്രൈസ് ടെക്നിക്കലി ഹൈ ടൈം ഫ്രെയിമിൽ റിവേഴ്സ് ആവണത്. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഒരു അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ AMD ഇവിടെ ഫിൽ ആവണം. ഓക്കെ, വളരെ സിമ്പിളാണ്, വളരെ എഫിഷ്യൻറ്റ് മൂവാണ്. നിങ്ങൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 11% മൂവ്മെൻറ്റ് വിത്തിൻ 17 ദിവസം BTCയിൽ വരുന്നുണ്ട്. ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ AMD ഇൻ BTC ഓൺ ഹൈ ടൈം ഫ്രെയിം. ഓക്കെ, സോ ഇത് പല ടൈം ഫ്രെയിമിൽ വരും, 5 മിനിറ്റിൽ വരും, ഒരു 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഈ 1 hour 50 മിനിറ്റ് വെച്ചിട്ടൊക്കെ വരും. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് ഇതിന് ടൈം എടുക്കും, ഇതിന് എക്സ്പീരിയൻസ് വേണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്ര ബെറ്റർ ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് AMDയിൽ വരുന്ന ചെറിയ ഡിഫറൻസിൽ നിങ്ങൾക്ക് ഈ AMD വളരെ സൂപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെക്നിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് AMD പറഞ്ഞാൽ. നിങ്ങൾക്ക് ലിക്വിഡേഷൻ ഡാറ്റ നോക്കാനൊക്കെ അറിയുമെങ്കിൽ ഇത് കൂടുതൽ ഈസി ആയിരിക്കും വെൻ ഇറ്റ് കംസ് ടു ട്രേഡിങ് AMD. ലൈക്ക് മാർക്കറ്റിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് ആൻഡ് സിമ്പിൾ സ്ട്രാറ്റജിയാണ് AMD ടെക്നിക്കലി പറഞ്ഞത്. സോ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്കൊരു 1 more എക്സാമ്പിൾ ഇത്തീരിയത്തിലേക്ക് നോക്കാൻ പോകാം. അപ്പോൾ ഞാൻ ഇതിൽ ഫോർ എക്സാമ്പിൾ ഒരു ഹയർ ടൈം ഫ്രെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഇത്തീരിയം നോക്കുകയാണെങ്കിൽ ഏകദേശം 2024 നടന്നിട്ടുള്ള അക്യുമുലേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. 2024 നടന്ന അക്യുമുലേഷൻ ഇവിടെ നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിമിൽ റിലേറ്റീവ് ഈക്വൽ ലോസ് ഇവിടെ ആയിട്ടുണ്ട്. മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, മാർക്കറ്റ് ഇവിടെ ടോപ്പായിട്ട് ക്രാഷ് ആവണോ, ഈ റിലേറ്റീവ് ഈക്വൽ ലോസ് എടുക്കണോ, ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ ഒരു ഇവിടെ അക്യുമുലേഷൻ കഴിഞ്ഞ് നമ്മുടെ മാനിപ്പുലേഷൻ വരുന്നു, മാനിപ്പുലേഷന് ശേഷം ഡിസ്ട്രിബ്യൂഷൻ വരുന്നു. ഇവിടെ വരുന്ന റിലേറ്റീവ് ഈക്വൽ ടോപ്പ്, അതായത് ആ റിലേറ്റീവ് ഈക്വൽ ഹൈസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രൈസ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് വരുന്നു. ഈ ഹൈസ് എടുക്കണോ AMD അവിടെ കംപ്ലീറ്റ് ആവണം. സോ ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് AMD കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ഫ്രീ ആയിട്ട് സ്വിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും, ഫ്യൂച്ചേഴ്സ് ആയാലും സ്പോട്ടായാലും. സോ ഈ ഒരു സ്ട്രാറ്റജി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇനി ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇതൊരു മാജിക് പാറ്റേൺ അല്ല, അത് മനസ്സിലാക്കുക. ഇത് മാർക്കറ്റ് മൂവ് ചെയ്യണ ഒരു ഫ്രെയിം വർക്കാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ആൻഡ് ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ലൈക്ക് മനസ്സിലാക്കാനും അതുപോലെ നിങ്ങളുടെ ട്രേഡിൽ എൻട്രി ചെയ്യണതിൻ്റെ ടൈമിങ്ങും ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ലൈക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് അത് സജഷനായിട്ട് അവിടെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇനി. ഓക്കെ, ബൈ.